ഹായ് എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോബ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത്രയും നാളെ നമ്മൾ വീടിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഒരു കുട്ടി ട്രാവലിംഗ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ആക്ച്വലി വാഗമണ്ണിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വാഗമണ്ണിലാണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ഒക്കെ നോക്കുക, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഒരു സ്റ്റേക്കേഷൻ അങ്ങനെ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ലൊക്കേഷനാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്തൂടെ കാണാം. നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വിചാരിക്കുന്നതാണ് ഒരു ട്രിപ്പ് പോകണമെന്നുള്ളത്. പക്ഷേ ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് പോകാനായിട്ട് നമ്മൾ ആരും തന്നെ പ്രിഫർ ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് നിയർ ബൈ ആയിട്ടുള്ള സ്പോട്ട്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് വാഗമണ്ണാണ്. വാഗമൺ നമ്മുടെ വീടുമായിട്ട് വളരെ നിയർ ബൈ ആണ്. ഏകദേശം ഒരു 45 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിലെത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റേ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിലും കസിൻസിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ ലൈക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോയി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കസിൻസൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ടും ആ ഒരു ഡേ മെമ്മറബിൾ ആക്കാനായിട്ടും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു സ്റ്റെക്കേഷൻ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വളരെ മൈൻഡ് റിലാക്സിങ് ആണ്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈവൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാനായിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ ട്രാവലും ട്രിപ്പും ഒക്കെ പോകുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനിപ്പുറമായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പൊതിച്ചോറ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാന്. നമ്മൾ ഏകദേശം 7 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും ജോബിയുണ്ട്, പിന്നെ അതുകൂടാതെ നമ്മുടെ ബാക്കി കസിൻസാണ് ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് വീക്കെൻഡ് ടൈമിലൊക്കെ ചെറിയൊരു സ്റ്റെക്കേഷൻ അങ്ങനെ പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു പൊതിച്ചോറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് വീടിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കസിൻസോ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പോയിട്ട് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറും നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട് ആക്ച്വലി ആലടി നിന്നാണ് നമ്മൾ പോകുന്നത്. കസിൻസ് എല്ലാവരും നമ്മുടെ തറവാട് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ വാഗമണ്ണിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒത്തിരി വഴിയെ കൂടെ നമുക്ക് വാഗമണ്ണിലോട്ട് എത്താൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ റോഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ കരിന്തിരിവി ആ റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ആ വഴിയാണ് പോകുന്ന വഴിക്ക് എല്ലാം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ കുറേ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ വഴിയൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഇതൊക്കെ ഒത്തിരി സിനിമയുടെയൊക്കെ പാർട്ടായിട്ടുണ്ട്. ഒത്തിരി സിനിമയുടെ ലൊക്കേഷനാണ് ഇടുക്കിയിലെ മിക്ക ഈ ഏരിയാസും. അപ്പം നല്ല രസമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചാണ് പോയത്. നമ്മൾ 2 വണ്ടിക്കാണ് പോയത്, കാരണം 7 പേരുള്ളത് കൊണ്ട് 2 വണ്ടിക്കാണ്. പക്ഷെ അത് ശരിക്കും നമ്മൾ മിസ് ചെയ്തു. എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് പോകാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വാഗമണ്ണെത്തി. ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല തിരക്കായിരുന്നു വാഗമണ്ണിൽ. നമ്മൾ പോയത് ആക്ച്വലി സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കാരണം സാറ്റർഡേ സൺഡേ ഈ സമയത്ത് ഈ റൂട്ടിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ ആദ്യമേ പ്ലാൻ ഇട്ടിരുന്ന മൂന്നാറായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മൂന്നാറിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ വാഗമൺ തന്നെയാണ്. ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യേണ്ട, അടുത്താണ്. മൂന്നാർ വരെ എത്തുമ്പം തന്നെ ഏകദേശം 1-2 മണിക്കൂറാകും. പിന്നെ നല്ല ക്രൗഡും ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആ ഒരു വാഗമൺ ഏരിയയിലും, ഇത് വാഗമൺ മെഡോസിൻ്റെ ഏരിയയിലാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മൈൻഡിൽ കരുതിയേക്കുക. എനിവേ കമ്പയർ ടു മൂന്നാർ ഇവിടെയാണ് കുറച്ചുകൂടെ തിരക്ക് കുറവുള്ളത്. പിന്നെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറേ സ്പോട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അതായത് അധികം തിരക്കില്ലാത്ത ഒരു നല്ലൊരു ഏരിയ വേണമല്ലോ. പക്ഷേ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. നല്ല ട്രാഫിക്ക്, മുന്നോട്ട് ചെല്ലും തോറും ഇങ്ങനെ ട്രാഫിക്ക് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു.
പിന്നെ നമ്മൾ ഫൈനലി ഒരു സ്പോട്ടൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുന്നത് പൈൻ വാലിയിലോട്ട് പോകുന്ന ആ ഒരു ഏരിയ ആണ്. ഇവിടെയും നല്ല തിരക്കാണ്. മെയിനായിട്ട് പൈൻ വാലി ആ ഒരു ഏരിയയിലും പിന്നെ വാഗമൺ മെഡോസിൻ്റെ ഏരിയയിലുമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അപ്പം നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. എനിവേ ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് വാഗമൺ വന്നതല്ലേ, ഇപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുമ്പം ഒരു ട്രിപ്പിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുവഴി ചുറ്റിക്കറങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-20 മിനിറ്റോളം ഇങ്ങനെ എവിടെ നിർത്തണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഫൈനലി നമ്മളൊരു സ്പോട്ടിലെത്തി. നമ്മളിതിപ്പോൾ ഏലപ്പാറ റൂട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ക്രൗഡ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ചെറിയൊരു തോട് പോലെ, അതായത് ഒരു ചെറിയ അരുവി പോലെയുള്ള ഒരു ഏരിയയിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എങ്കിലും നമ്മൾ പോയി രണ്ടും കൽപ്പിച്ച് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. കാരണം എല്ലാവർക്കും തന്നെ അത്യാവശ്യം വിശന്ന് കുടൽ കത്തുന്നുണ്ടായിരുന്നു. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആകും. പിന്നെ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഈ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന്. കാരണം നമ്മളിത് ജസ്റ്റ് ഓൺലൈൻ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു എയർബിഎൻബി പോലത്തെ സംഭവമാണ്. ഒരു സ്റ്റേക്കേഷൻ അങ്ങനെ നോക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡേ അടിച്ചു പൊളിക്കുക, എന്താ പറയുന്നത്, ഒരുമിച്ചിരിക്കുക, അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ആക്ച്വലി നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയുന്നത് സിനി ആൻറ്റിയാണ്, നമ്മുടെ ആൻറ്റിയാണ് ഈ എന്താ പറയുന്നത് പൊതിച്ചോറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എല്ലാവരും പൊതിച്ചോറ് കഴിക്കാനായിട്ടുള്ള ഭയങ്കര വലിയ ആകാംക്ഷയിലായിരുന്നു. കാരണം കുറേ നേരമായിട്ട് ഇതിങ്ങനെ പൊതിച്ചോറിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ വാഴയിലയുടെ സ്മെല്ല് കാര്യങ്ങളിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു രസമാണ്. അപ്പം നമ്മൾ പൊതിച്ചോറിനകത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാം. ഞാൻ എൻ്റെ പൊതിച്ചോറായിട്ടോ തുറക്കുന്നത്. ഞാൻ കഴിക്കാനുള്ളൊരു ടെൻഡൻസിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിനകത്ത് ഉണ്ടായിരുന്നത്. പൊതിച്ചോറിനകത്ത് മസ്റ്റായിട്ട് വേണ്ടുന്ന ഐറ്റമാണല്ലോ മുട്ട പൊരിച്ചത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ അതുകൂടാതെ പിക്കിള്, പിന്നെ തോരൻ കറി, മോര്. ഇത്രയും സാധനങ്ങളാണ്. എല്ലാവരും കിട്ടിയ സ്പോട്ടിൽ എവിടേക്കൊക്കെയോ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ മാക്സിമം ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാതെ ആ എന്താ പറയുക നമ്മൾ കൊണ്ടുവന്ന കവർ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയ ഇപ്പം നമ്മൾ ഇത്രയും പേര് കഴിച്ചു, അവിടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം സ്പോയിലാവും. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതുവഴി ഇതുവഴി ഇങ്ങനെ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം നമുക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പുറത്തൊക്കെ ഫുഡൊക്കെ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ റോഡിലും ഇങ്ങനെ എന്താ പറയുക പബ്ലിക് ഏരിയാസിലൊക്കെ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നിൽക്കിടത്തും തന്നെ ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇതൊക്കെ എന്താ പറയുന്നത് ഡംപ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണ് ആക്ച്വലി നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഏകദേശം ഈ വാഗമൺ മെഡോസിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത്. വാഗമൺ മെഡോസിൻ്റെ അവിടുന്ന് അകത്തോട്ടാണ് വരുന്നത്. ഞാൻ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ, അതായത് അവിടുത്തെ കൺസേൺ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് സെറ്റപ്പാണ്. ഇതിപ്പോൾ നല്ല വഴിയാണ്. അവിടുന്ന് പോയിട്ട് ഒരു 1-2 കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഓഫ് റോഡൊക്കെ ട്രാവൽ ചെയ്യാനും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും ഇത്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല നല്ല മെഡോസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ്. കാരണം എന്താ പറയുന്നത് വാഗമണിലെ മെയിനായിട്ടുള്ള മെഡോസിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയാസും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കമ്പിവേല ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ ഒന്നും നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. കുറച്ച് മോശം വഴിയാണ്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരമുണ്ട് ഇത്. അപ്പോൾ വഴി മോശമായതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിവേ ഓവറോൾ ഗുഡായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് കയറുമ്പം തന്നെ പ്രോപ്പറായിട്ട് സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുന്നത് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പിഗ് ഫാമും ഉണ്ട്, അതുകൂടാതെ ഒരു കൗ ഫാമും ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരിത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് രാത്രിയിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു
എന്താ പറയുന്ന നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൊക്കേഷൻ, പ്രത്യേകിച്ച് അകത്തോട്ടുള്ള ലൊക്കേഷനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പകൽ നേരം തന്നെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 2 മണി 2 PM മുതലാണ് ചെക്ക് ഇൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പിറ്റത്തെ ദിവസം 11 AM വരെ നമുക്ക് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ സമയത്തും പല പല റേറ്റ് ആയിരിക്കും ഓൺലൈനിൽ കാണിക്കുന്നത്. അതല്ല, നിങ്ങളിപ്പോൾ നേരിട്ടാണ്, ഇപ്പോൾ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നമ്മൾ ഡയറക്റ്റ്ലിയാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഓൺലൈൻ റേറ്റിനെക്കാട്ടി ഏകദേശം നമുക്ക് ഒരു 50% ഓഫ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഇവിടെ മൗണ്ടെയിലിൻ്റെ സൈൻ ബോർഡ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി പ്രോപ്പർട്ടിയുടെ നിയർ ബൈ ക്ലോസ് ടു ദ പ്ലേസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, എങ്ങനെയാണ് പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ ഇതിനകത്ത് ആരും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുമോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരും പോവുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡും ആയിരുന്നു. കാരണം ഇതിന് മുമ്പ് പല പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ട് ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല അവിടെ ചെല്ലുമ്പം. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ അവിടെ എത്തിയപ്പം നമുക്ക് അയച്ചു തന്ന ഫോട്ടോയിനെക്കാട്ടിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അത് കണ്ടപ്പം തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം മെയിനായിട്ടെന്ന് വെച്ചാൽ ഓവർ ക്രൗഡ് ഇല്ലായിരുന്നു. ചില പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ മിഡിലത്തെ ഈ ഫുൾ കോട്ടേജാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി ആ സ്പേസ് കുറച്ച് കൂടുതലായി പോയെന്നാണ് തോന്നിയത്. കാരണം ആ ഒരു ഫുൾ കോട്ടേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 2 റൂമും പിന്നെ ഒരു മെയിൻ വലിയൊരു റൂമും, ടോട്ടൽ 3 റൂംസാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ നമ്മൾ കസിൻസ് എല്ലാവരോടും ഒരു റൂമിലാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. ആ എക്സ്ട്രാ 2 റൂം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ലായിരുന്നു. പക്ഷെ എങ്കിലും നല്ല രസമായിരുന്നു. ഇപ്പം ഞാൻ റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ആ ഫുൾ കോട്ടേജിന് ഏകദേശം ആയിരിക്കുന്നത് 11,000 റുപ്പീസാണ്. ഇതിപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 11,000-ലും കുറവായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഫുൾ ഫാമിലി, അതായത് ഏകദേശം ഈ പറഞ്ഞ പോലെ 3 വലിയ റൂമുകളാണ് വരുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-15 പേർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാവുന്നതാണ്. കാരണം അത്രത്തോളം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. നല്ല കസ്റ്റമർ സർവീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ പ്രോപ്പറായിട്ട് പറഞ്ഞു തരികയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ചെക്കിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ് റൂം വരുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു റൂമാണ്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലീനായിരുന്നു. പിന്നെ വാഷ്റൂംസ് കാര്യങ്ങളെല്ലാം നല്ല ക്ലീനായിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. 2 താഴത്തെ റൂമുകളും ഏകദേശം സിമിലറാണ്. എല്ലാ റൂമിലും ഈ പറഞ്ഞ പോലെ തന്നെ TV-യും പിന്നെ കബോർഡ്സും പിന്നെ മിറർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസോർട്ടിൽ പോകുമ്പം കിട്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും അതുകൂടാതെ തന്നെ റൂമിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവർ വൈഫൈ കാര്യങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതാണ് വാഷ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ നീറ്റൊക്കെ ആയിരുന്നു. എല്ലാവർക്കും സെക്കൻഡ് അല്ല നമ്മുടെ 3rd റൂം കാണാനായിട്ടുള്ള തിടുക്കത്തിലായിരുന്നു. ഇതാണ് ആക്ച്വലി അതായത് ടോപ്പ് ഏരിയയിൽ വരുന്ന ബാൽക്കണി കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല വ്യൂ ആണ്. ഇതൊരു വലിയൊരു ഹോള് പോലെയുള്ളൊരു ഏരിയ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് 3 ബെഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കൗച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലിവിങ് ഏരിയ പോലെ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കസിൻസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ് ഇരുന്നത്. നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് കിടന്നത്. ഇവിടുത്തെ വാഷ്റൂമും അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ, വാട്ടർ ഹീറ്റർ, ഫിൽറ്റർ, പിന്നെ ഇതൊക്കെയാണ് എല്ലായിടത്തും കോമൺ ആണ്. പിന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡായിരുന്നു. ഇനി റൂമിൻ്റെ വിശേഷങ്ങൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കുമേ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ റൂം വരുന്നത്. കയറി വന്നപ്പം തന്നെ നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ ജോബി പോയി ഒരു കട്ടിലൊക്കെ പിടിച്ച് അവിടെ കിടക്കുവാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം 2 ബെഡാണ് ഒരേ ഒരു ഏരിയയിൽ ഒരു കോൺ ഷേപ്പിലുള്ളൊരു സ്പേസിലായിട്ട് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ ലിവിങ് ഏരിയയുടെ പാർട്ടിലായിട്ട് ഒരു വലിയ ബെഡുണ്ട്. ഒരു ഡബിൾ കോട്ട് ബെഡാണ് വരുന്നത്. പിന്നെ അവിടെ തന്നെ നിയർ ബൈ ആയിട്ട് നമ്മുടെ ലിവിങ്ങിൽ തന്നെ
ഒരു TV യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എന്നാൽ ഒരു എലഗൻ്റ് ആൻഡ് ക്ലാസി രീതിയിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുട്ടക്കൊന്നും തേയിലത്തോട്ടവും ഒക്കെ കാണാവുന്നതാണ്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. മാക്സിമം ഞാൻ കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറത്തോട്ടുള്ള ഒരു വ്യൂ. അതായത് നമ്മുടെ ഈ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. നമ്മളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ആദ്യമേ വന്നപ്പം തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തെ കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. പുറത്ത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ ഇപ്പം ഗ്രില്ലിങ്ങോ അങ്ങനത്തെ പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പുറത്തിരുന്ന് ചില്ല് ചെയ്യാനായിട്ടൊക്കെ പറ്റിയൊരു സ്പോട്ടൊക്കെ തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും പ്ലാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാനായിരുന്നു. അവിടെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കാണാനായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് താഴത്തെ റൂമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് ഇതും അത്യാവശ്യം നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നല്ല വർത്തിട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് ഇത്രയും ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇവർ ഈ ഒരു പാക്കേജിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി വൈകുന്നേരം ഒരു ചെറിയൊരു ബാർബിക്യൂ പാർട്ടി പോലെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ടൊക്കെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇവർ തന്നെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും അവർ സെറ്റ് ചെയ്ത് തരും. ഫുഡ് കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ ഡിന്നറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ചാർജസ് വരുന്നതാണ്. പക്ഷേ എന്നാലും എല്ലാം ബഡ്ജറ്റ് ബൈ റേഞ്ചാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടിൽ സെറ്റപ്പായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ കളിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു ഊഞ്ഞാലുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഷേപ്പിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കോറൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കളിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ പറഞ്ഞ പോലെ പേരൻസിനൊക്കെ ആയാലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ്. നമ്മുടെ ആൻറ്റി വരെ ഇവിടെ കയറി ഇതിൽ ഊർന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സിങ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ആംബിയൻസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പോലും ഇതിനകത്ത് ഒരു റൂം എടുത്ത് ഇവിടെ ഇരിക്കാനായിട്ടും അതുവഴി നടക്കാനായിട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇതിൽ കയറിയതുകൊണ്ട് ജോബി ഇതിനകത്ത് കയറി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് തന്നെ ജസ്റ്റ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. വെറുതെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി. പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു. അവിടെ ഒരു ചെക്ക് ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോഫി ടൈമായി. ഇവിടെ നമുക്ക് കോഫിയും ടീ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ അതൊക്കെ കുടിച്ച് അവിടെ എൻജോയ് ചെയ്ത് കുറേ റീൽസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെ ഒരു സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു മിനി പിക്നിക്കൊക്കെ പോലെ പോവുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ട്രാവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം നമുക്ക് ഒത്തിരി മൈൻഡ് റിലാക്സിങ് ആണ്. നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇത് നമ്മുടെ നമ്മൾ കുറേ റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. അവർ കുറച്ചുകൂടെ ചൈൽഡിഷ് ആകാനായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ മൈൻഡ് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേയില്ല. പിന്നെ നമ്മൾ കുറേ നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി എല്ലാവരും ഫ്രഷായിട്ട് വന്നിട്ട് പുറത്ത് നമ്മൾ ബാർബിക്യൂ പാർട്ടി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
ഇതാട്ടോ വൈകിട്ടത്തെ ഒരു വ്യൂ വരുന്നത്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. മഞ്ഞ് കാര്യങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ ഇവരാണെങ്കിലും പറഞ്ഞു ശരിക്കും മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് മഞ്ഞ് കാര്യങ്ങളുള്ളത്. ഒരു മഴക്കാറ് ഇതായിരുന്നു, പക്ഷേ എങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ഓവർ തണുപ്പായാലും നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഓവറോൾ നല്ലതാണ്. നമ്മുടെ ഇടുക്കിയിലത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. ഓവർ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഉള്ളത്. പ്രത്യേകിച്ച് വേറെ ദൂര സ്ഥലത്ത് നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ പനിയൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ഡിസംബർ, ജനുവരി സമയത്തൊക്കെ നമുക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം കുറേ അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവർ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുവാണ്. ഇവിടെ 3 ആൾക്കാരാണ് ആക്ച്വലി ഉള്ളത്. പക്ഷേ ഇവരെല്ലാം നല്ല കസ്റ്റമർ സർവീസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ ചോദിച്ച ആ കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അവരിങ്ങനെ ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരുടെ തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ തീയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ചിക്കൻ പീസസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ചിക്കനായിരുന്നു. ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഗ്രില്ലാകുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ശരിക്കും ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ വീട്ടിലൊക്കെ ആയാലും ഇടയ്ക്ക് കസിൻസൊക്കെ കൂടുമ്പോൾ ഈ പരിപാടി കോമൺ ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് വൈബാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തത്. എനിവേ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ലായി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സാലഡും മയണൈസുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടുതൽ മെയിൻ കോഴ്സായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ചപ്പാത്തിയും പിന്നെ പൊറോട്ടയായിരുന്നു. പിന്നെ കറി ഓപ്ഷൻ ചിക്കൻ കറിയാണ് പറഞ്ഞിരുന്നത്, നാടൻ ചിക്കൻ കറി. ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാവരും കൂടെ കഴിച്ച് എൻജോയ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോകണമെന്നേ താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മളവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കുറേ നേരം ഏകദേശം 1-2 മണിക്കൂർ പുറത്ത് കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഓവർ തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തിരുന്നിട്ട് എൻജോയ് ചെയ്യാനായിട്ട് അടിപൊളിയായിരുന്നു. ഇത് പിന്നെ പിറ്റത്തെ ദിവസം രാവിലെയാണ്. രാവിലത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ എണീക്കാനായിരുന്നു. പക്ഷെ നമ്മൾ ആരും തന്നെ അതിരാവിലെ എണീറ്റില്ല. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോഴത്തേക്കും കിടന്നുറങ്ങാനായിട്ട് നല്ല രസമായിരുന്നു. പക്ഷേ എങ്കിലും നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. എന്നിട്ട് ഇതായിരുന്നു, നല്ല ക്ലീനായിട്ടുള്ള സ്കൈ ആയിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ റെഡിയായി. ഇതായിട്ടോ ഞാൻ വെയർ ചെയ്ത ഡ്രസ്സ്. ഇത് ആക്ച്വലി അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ഗൗണാണ്. അപ്പോൾ ലൈക്ക് ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഇടാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഇതാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ചെക്കൗട്ട് ചെയ്യാനായിട്ടല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. കാരണം നമുക്ക് വാഗമണ്ണൊക്കെ ചുറ്റിക്കറങ്ങി കാണണമല്ലോ. അപ്പോൾ അവിടെ ഇപ്പം വാഗമണ്ണിൽ ഒരുപാട് എന്താ പറയുന്നത്, നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ട് കാര്യങ്ങളൊക്കെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. ഇതാട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ രാവിലെയുള്ള വ്യൂവ്. കാരണം ഇന്നലെ നമ്മൾ ഉച്ച കഴിഞ്ഞാണല്ലോ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കാൻ പറ്റിയിരുന്നില്ല. ഇതാണ് ശരിക്കും കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂവ്. 3 കോട്ടേജുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിലേറ്റവും വലിയ കോട്ടേജ് ആണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ചെറിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കോട്ടേജുകൾ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ റൂംസ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ സിംഗിൾ ഓപ്ഷൻസ് ആയിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇതാണ് ഇന്നലെ നമ്മൾ നടക്കാൻ പോയ ആ ഒരു ഏരിയ. അവിടവും നല്ല രസമാണ്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ഡാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ താഴോട്ടും കുറേ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകാനായിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. നമുക്ക് എനിവേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പും എന്താ പറയുന്നത്, ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പം ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ രാവിലെ കിട്ടിയ സമയത്ത് കുറേ നേരം കസിൻ സിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ ഇവിടുത്തെ ഡൈനിങ് ഏരിയ. എല്ലാം തന്നെ ഒരു വൈറ്റ് തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡൈനിങ് ഏരിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്ലീൻ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഈ എന്താ പറയുക നമ്മുടെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇഡ്ഡലി ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചട്നിയും സാമ്പാറും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എഗ് ഓംലെറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടുത്തെ എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ വീഡിയോയ്ക്കകത്തൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയാണ്, അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കപ്പിളായിട്ടോ ഒക്കെ വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേക്കേഷൻ തന്നെയാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മൗണ്ട് ഹിൽസ് എന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പല ആപ്പ് ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പോൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഡിസ്കൗണ്ട്സ് ഓഫേഴ്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ്റെ അകത്തൂടെ മെസ്സേജായിട്ട് ഇടാവുന്നതാണ്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.